റഷ്യൻ സൈനികർക്കിടയിൽ HIV നിരക്ക് കുതിച്ചുയരുന്നത് എന്തുകൊണ്ട്? റഷ്യൻ സൈനികർക്ക് റെക്കോർഡ് നിരക്കിൽ HIV പോസിറ്റീവാണെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ. ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം സൈനികരിൽ HIV നിരക്ക് കുതിച്ചുയർന്നതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡേറ്റ കാണിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ HIV പോസിറ്റീവ് ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായ റഷ്യയിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. റഷ്യയിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് HIV പോസിറ്റീവാണെന്ന് കരുതപ്പെടുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? റഷ്യയിൽ ഇത് എന്തുകൊണ്ടാണ് ഇത്തരം പ്രശ്നമായിരിക്കുന്നത്? നമുക്ക് ഈ വീഡിയോയിൽ സൂക്ഷ്മമായി പരിശോധിക്കാം. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ സൈനികർക്കിടയിലെ HIV നിരക്ക് കുറഞ്ഞത് 20 മുതൽ 40 മടങ്ങ് വരെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് നിരവധി കാരണങ്ങളുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിയുന്ന സൈനികർ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്റ്റെറിലൈസ് ചെയ്യാത്ത സൂചി ഉപയോഗിച്ച് മയക്കുമരുന്ന് കുത്തിവെക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അവർ നാളെ ഇല്ലാത്തതുപോലെയാണ് ജീവിക്കുന്നതെന്ന് ഒരു വിദഗ്ധൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പലപ്പോഴും കോണ്ടം ഇല്ലാത്തതും HIV അണുബാധകൾ വർദ്ധിക്കാൻ കാരണമാകുന്നു. HIV പോസിറ്റീവായ നിരവധി സൈനികർക്ക് ഫീൽഡ് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാതെ പോകുന്നു. പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്നതിനായി സിറിഞ്ചുകൾ, രക്തം മാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയ അണുവിമുക്തമായ മെഡിക്കൽ ഉപകരണങ്ങളുടെ അഭാവവും കേസുകൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. റഷ്യ തങ്ങളുടെ ജയിലുകളിൽ നിന്ന് നേരിട്ട് HIV പോസിറ്റീവായ തടവുകാരെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നത് ഒരു വസ്തുത തന്നെയാണ്. ഉക്രൈൻ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ രാജ്യം വൻതോതിലുള്ള പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന റഷ്യൻ പൗരന്മാരിൽ 1/5 പേരെങ്കിലും HIV പോസിറ്റീവാണെന്നാണ് ഉക്രൈൻ അധികൃതർ അവകാശപ്പെടുന്നത്. ചില റഷ്യൻ സൈനികർ അവകാശപ്പെട്ടത് രാജ്യത്തിനു വേണ്ടി പോരാടാൻ സമ്മതിച്ചാൽ ജീവൻ രക്ഷിക്കുന്ന ആൻറ്റിവൈറൽ HIV മരുന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ്. ആൻറ്റിവൈറലുകൾ HIV ഭേദമാക്കുന്നില്ലെങ്കിലും അവ തീർച്ചയായും വൈറസിൻ്റെ ലോഡ് കുറയ്ക്കുന്നു. ഇതിനർത്ഥം HIV ബാധിതരായവർക്ക് രോഗപ്രതിരോധ ശേഷി ദുർബലമാകുന്നതിനാൽ അണുബാധ പിടിപെടാനുള്ള സാധ്യത കുറവാണ് എന്നാണ്. ജയിലിൽ ആവശ്യമായ മരുന്നുകൾ നൽകിയില്ലെന്ന് തിമൂർ എന്നൊരു റഷ്യൻ തടവുകാരൻ നേരത്തെ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞിരുന്നു. ഫലപ്രദമല്ലാത്ത ആ ചികിത്സകളുടെ ഫലമായി ജയിലിൽ മരിക്കുമെന്ന ഭയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തനിക്ക് 2-1 തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഒന്നുകിൽ ഉക്രൈനിലെ വാഗ്നർ ഗ്രൂപ്പിനൊപ്പം 6 മാസം ചിലവഴിക്കാനും ആൻറ്റിവൈറൽ സാമഗ്രികളും ചെയ്ത കുറ്റത്തിന് മാപ്പ് നൽകും, അല്ലെങ്കിൽ ജയിലിൽ തന്നെ രോഗത്തോടെ തുടരണം. റഷ്യൻ ജയിലിലെ സാഹചര്യങ്ങൾ വളരെ കഠിനമാണെന്ന് തിമൂർ പറയുന്നു. എനിക്ക് ഒന്നുകിൽ പെട്ടെന്ന് മരിക്കാം, ഇല്ലെങ്കിൽ മന്ദഗതിയിൽ മരിക്കാം എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് മരിക്കാൻ തിരഞ്ഞെടുത്തു, അതുകൊണ്ട് സൈന്യത്തിൽ ചേർന്നു, തിമൂർ പറയുന്നു. കൂലിപ്പടയാളി സംഘത്തിലെ മറ്റൊരു HIV പോസിറ്റീവ് സൈനികനായ റുസ്ലാനും സമാനമായ ഒരു കഥ പറഞ്ഞു. മയക്കുമരുന്ന് ഇടപാടിന് റഷ്യയിൽ 1 ദശകത്തിലേറെ തടവിന് ശിക്ഷിക്കപ്പെട്ടതായി റുസ്ലാൻ പറഞ്ഞു. കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് സമാനമായ ഒരു ഓപ്ഷൻ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ജയിലിൽ നിന്ന് തനിക്ക് ലഭിക്കുന്ന മരുന്നുകൾ ഫലപ്രദമല്ലെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ജീവിക്കാൻ ഒരു അവസരമെങ്കിലും ലഭിക്കുന്നതിനാൽ ഈ വാഗ്ദാനത്തിന് നന്ദിയുള്ളവനാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാഗ്നർ പരിശീലന ക്യാമ്പിൽ വച്ച് തനിക്ക് ന്യൂമോണിയ ബാധിച്ചതായി റുസ്ലാൻ പറയുന്നു. മുൻനിരയിലുള്ളവർക്ക് പതിവായി ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി ലഭിക്കുന്നില്ലെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ ഇത് സൈനികർക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. റഷ്യയിൽ പൊതുവെ HIV പ്രശ്നമുണ്ട്. റഷ്യയിൽ HIV ഇത്ര വലിയൊരു പ്രശ്നമായി മാറിയത് എന്തുകൊണ്ട്? റഷ്യയിൽ 1 ദശലക്ഷത്തിലധികം ആളുകൾക്ക് HIV പോസിറ്റീവാണെന്ന് പറയപ്പെടുന്നു. ചിലർ പറയുന്നത് ആ സംഖ്യ 1.5 ദശലക്ഷത്തിനടുത്താണെന്നാണ്. ഇത് HIV ബാധിതരുടെ എണ്ണത്തിൽ റഷ്യയെ പ്രധാനപ്പെട്ട 5 രാജ്യങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. റഷ്യയിൽ പ്രതിവർഷം ഏകദേശം 30,000 HIV സംബന്ധമായ മരണങ്ങൾ സംഭവിക്കുന്നു. ഇതിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന മുതിർന്ന ആളുകളാണ്. പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ തകർച്ചയാണ് ഇതിന് കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. സമ്പന്നർക്ക് മാത്രമേ ആജീവനാന്ത ആൻറ്റി റെട്രോവൈറൽ തെറാപ്പി ARP താങ്ങാൻ കഴിയൂ എന്ന് അവർ പറയുന്നു.
പ്രശ്നം പരിഹരിക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവത്തെയും അവർ കുറ്റപ്പെടുത്തുന്നു. എന്നിരുന്നാലും യുദ്ധം നിസ്സംശയമായും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണെന്ന് വിദഗ്ധർ പറയുന്നു. ആരോഗ്യ മന്ത്രാലയം HIV വിരുദ്ധ മരുന്നുകളുടെ ഉപയോഗം സാധാരണയായി പരീക്ഷിച്ചപ്പോൾ ഉക്രൈനുമായുള്ള യുദ്ധം വിതരണത്തെ തടസ്സപ്പെടുത്തി. റഷ്യയിലെ ഈ മരുന്നുകൾ ആവശ്യമുള്ള HIV രോഗികളിൽ പകുതിയിൽ താഴെ പേർക്ക് മാത്രമേ അവ ലഭിക്കുന്നുള്ളൂ. സ്വവർഗാനുരാഗികളോടും LGBTQ സമൂഹങ്ങളോടും പൊതുവെ HIV-യോടുമുള്ള സമൂഹത്തിൻ്റെ കാലഹരണപ്പെട്ട മനോഭാവത്തെയും വിദഗ്ധർ കുറ്റപ്പെടുത്തുന്നു. റഷ്യയിലെ LGBTQ സമൂഹത്തെ തീവ്രവാദ പ്രസ്ഥാനം എന്നാണ് വിളിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. റഷ്യയുടെ NGO-കൾക്കെതിരായ നടപടികളെയും HIV പ്രതിരോധ ശ്രമങ്ങളിലെ കെടുകാര്യസ്ഥതയും അവർ വിമർശിക്കുന്നു. ഉദാഹരണത്തിന് HIV പ്രതിരോധ ഏജൻസികൾക്ക് NGO-കൾക്ക് വൻതോതിൽ പിന്തുണ നൽകുന്ന എൽട്ടൺ ജോൺ ഫൗണ്ടേഷനെ റഷ്യയിൽ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. റഷ്യയ്ക്ക് അഭികാമ്യമല്ലാത്ത സംഘടന എന്ന പേരിലാണ് നിരോധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യൻ ഗ്രൂപ്പുകൾക്ക് അവരുമായി ഇനി ബന്ധപ്പെടാൻ സാധിക്കുകയുമില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. റഷ്യയുടെ HIV കേസുകളെ ചില ഗവേഷകർ ഒരു പകർച്ചവ്യാധി എന്നാണ് ആദ്യം വിശേഷിപ്പിച്ചത്. 1985-നും 87-നും ഇടയിലാണ് സോവിയറ്റ് യൂണിയനിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അണുബാധയുടെ ആദ്യ കേസുകൾ രേഖപ്പെടുത്തിയത്. ആദ്യത്തെ അറിയപ്പെടുന്ന രോഗി അല്ലെങ്കിൽ പേഷ്യൻ്റ് 0 1980-കളുടെ തുടക്കത്തിൽ ടാൻസാനിയയിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനിക വ്യാഖ്യാതാവായ വ്യക്തി അദ്ദേഹമായിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് ഒരു തദ്ദേശീയ ലൈംഗിക തൊഴിലാളിയുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് രോഗബാധിതനായത്. മുകളിൽ പറഞ്ഞ പേഷ്യൻ്റ് 0 എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങളുടെ കേസുകൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഒരു പകർച്ചവ്യാധിയുടെ അല്ലെങ്കിൽ ഒരു രോഗത്തിൻ്റെ ആദ്യ വാഹകനായി തിരിച്ചറിഞ്ഞ വ്യക്തിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്, ഒരു പേരാണ് പേഷ്യൻ്റ് 0. റഷ്യയിലെ HIV കേസുകളിലെ പേഷ്യൻ്റ് 0 എന്ന് പറയുന്നത് ടാൻസാനിയയിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഒരു മിലിറ്ററി ഇന്റർപ്രറ്റർ ആയിരുന്നു. 1988-89 എലിസ്റ്റ HIV പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഈ രോഗം പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടുകയും ആദ്യത്തെ എയ്ഡ്സ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 1995-96 ഇഞ്ചക്ഷൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനിടയിൽ വൈറസ് പടർന്നു പിടിക്കുകയും രാജ്യമെമ്പാടും വേഗത്തിൽ വ്യാപിക്കുകയും ചെയ്തു. 2006 ആയപ്പോഴേക്കും HIV ഈ ഇഞ്ചക്ഷൻ ഡ്രഗ്സ് ഗ്രൂപ്പുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വ്യാപിച്ചു. അത് ഈ ഗ്രൂപ്പിനുള്ളവരുടെ തന്നെ പങ്കാളികളെയൊക്കെ അപകടത്തിലാക്കുന്ന രീതിയിലേക്ക് ഈ രോഗം ബാധിക്കുകയും അവരിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് അത് വ്യാപിക്കുകയും ഒക്കെ ചെയ്തു. റഷ്യയിലെ ജനസംഖ്യയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ വ്യാപിച്ചു തുടങ്ങുകയും ചെയ്തു. 2017 യൂറോപ്പിലെ ഏതൊരു രാജ്യത്തെക്കാളും ഏറ്റവും കൂടുതൽ HIV പോസിറ്റീവായ ആളുകൾ റഷ്യൻ ഫെഡറേഷനിൽ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. തുടർന്നുള്ള 5 വർഷങ്ങളിൽ ഫെഡറൽ സർവീസ് ഫോഴ്സ് സർവൈലൻസ് ഓൺ കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് കണക്കാക്കിയത് പുതിയ രോഗികളുടെ എണ്ണം പ്രതിവർഷം 70,000 മുതൽ 100,000 വരെയാണ് എന്നാണ്. 2021 അവസാനത്തോടെ രാജ്യത്ത് 1.137 ദശലക്ഷം HIV പോസിറ്റീവ് ആളുകളുണ്ടായിരുന്നു. ഇത് മുതിർന്നവരുടെ ജനസംഖ്യയുടെ 1.5% വരും. HIVയുടെ റഷ്യൻ ചരിത്രത്തിലുടനീളം 42,49,000 ആളുകൾ മരിച്ചു. എന്നിരുന്നാലും HIV പോസിറ്റീവ് ആളുകളുടെ യഥാർത്ഥ എണ്ണം ഗണ്യമായി കൂടുതലാണെന്ന് മിക്ക വിദഗ്ധരും വിശ്വസിക്കുന്നു. കാരണം നിരവധി HIV വാഹകർ രോഗനിർണയം നടത്തിയിട്ടില്ല. മോസ്കോ സയന്റിഫിക് ആൻഡ് പ്രാക്ടിക്കൽ സെന്റർ ഫോർ അഡിക്ഷൻ മെഡിസിൻ പ്രകാരം സോവിയറ്റ് യൂണിയനിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അണുബാധയുടെ ആദ്യ കേസുകൾ 1970-കളിൽ തന്നെ ആഫ്രിക്കൻ വിദ്യാർത്ഥികളുമായുള്ള സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ സംഭവിച്ചിരിക്കാം. 1987 വരെ ആദ്യത്തെ HIV സ്ക്രീനിംഗ് നടത്തിയിട്ടില്ലാത്തതിനാൽ അക്കാലത്ത് രോഗനിർണയം അസാധ്യമായിരുന്നു. ഔദ്യോഗികമായി സോവിയറ്റ് യൂണിയനിൽ എയ്ഡ്സ് ബാധിച്ച ആദ്യത്തെ വിദേശ ഇര 1985 മരിച്ചു. ഹയർ സ്കൂൾ ഓഫ് ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലെ 30 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ദക്ഷിണാഫ്രിക്കയിലെ ഒരു കുടുംബത്തെ സന്ദർശിക്കുന്നതിനിടെ HIV ബാധിച്ചു. പിന്നീട്
ന്യൂമോണിയ ബാധിച്ചു മോസ്കോ ഇൻഫെഷ്യസ് ഡിസീസ് ഹോസ്പിറ്റൽ നമ്പർ 2-ൽ അദ്ദേഹത്തെ പ്രവേശിക്കുകയും 1 മാസത്തിന് ശേഷം മരിക്കുകയും ചെയ്തു. എലിസ്റ്റയിലാണ് ആദ്യത്തെ പകർച്ചവ്യാധി ഉണ്ടായത്. അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ പറഞ്ഞത് എലിസ്റ്റ HIV. എലിസ്റ്റയിലാണ് ആദ്യത്തെ പകർച്ചവ്യാധി ഉണ്ടായത്. കോങ്കോയിൽ ഒരു പ്രാദേശിക വേശ്യയിൽ നിന്ന് വൈറസ് ബാധിച്ച ഒരു മുൻ നാവികനായിരുന്നു ഈ പേഷ്യൻ്റ് 0. പിന്നീട് അദ്ദേഹം തൻ്റെ ഭാര്യയിലേക്ക് വൈറസ് പകർന്നു. ഗർഭകാലത്ത് അവരുടെ കുട്ടിക്കും രോഗം ബാധിച്ചു. പ്രസവശേഷം താമസിയാതെ കുഞ്ഞിനെ ജില്ലാ പീഡിയാട്രിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ രോഗനിർണയം നടത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചു. 1988-ൽ എലിസ്റ്റയിൽ നിന്നുള്ള ആദ്യത്തെ രോഗിയെ അവർ തിരിച്ചറിഞ്ഞു. ആ വർഷം ഡിസംബറിൽ എലിസ്റ്റയുടെ ഒരു കുട്ടികളുടെ ക്ലിനിക്കിൽ HIV അണുബാധ പൊട്ടിപ്പുറപ്പെട്ടതായി വ്രമ്യ ന്യൂസ് കാസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. അവിടെ രോഗബാധിതനായ കുഞ്ഞിനെ ചികിത്സിച്ചു. അവിടെ ആകെ 75 കുട്ടികളും 4 മുതിർന്ന സ്ത്രീകളും രോഗബാധിതരായി. 1989-ന്റെ തുടക്കത്തിൽ വാദിം പോക്രോവ്സ്കിയുടെ നേതൃത്വത്തിലുള്ള ഒരു മെഡിക്കൽ ബോർഡിനെ അന്വേഷണത്തിനായി വിളിച്ചു. മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലം ആശുപത്രിയിൽ കുട്ടികൾക്ക് അണുബാധ ഉണ്ടായതായി ഡോക്ടർമാർ കണ്ടെത്തി. അവർ ഒരേ സിറിഞ്ചുകൾ പലതവണ ഉപയോഗിച്ചു. സൂചികൾ മാത്രം മാറ്റിയിരുന്നു. ആശുപത്രികൾ ഡിസ്പോസിബിൾ സിറിഞ്ചുകൾ സജീവമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു അത്. ഇതിനർത്ഥം എല്ലാ സിറിഞ്ചുകളും അണുവിമുക്തമാക്കേണ്ടതായിരുന്നു. വാസ്തവത്തിൽ എല്ലാം അണുവിമുക്തമാക്കിയിട്ടില്ല. നൽകിയ കുത്തിവയ്പ്പുകളുടെ എണ്ണവും അണുവിമുക്തമാക്കലിനായി അയച്ച സിറിഞ്ചുകളുടെ എണ്ണവും തമ്മിൽ ഞങ്ങൾ ഒരു ലളിതമായ താരതമ്യം നടത്തി. വ്യത്യാസം ഏകദേശം 30-40% കണ്ടെത്തിയത് എന്ന് വാദിം പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് സോവിയറ്റ് റഷ്യയുടെ എയ്ഡ്സിൻ്റെ ചരിത്രം തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് നമ്മളൊക്കെ കാണുന്നത് പോലുള്ള സംഭവബഹുലമായ ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളിലും സംഭവിച്ച പോലെ എയ്ഡ്സ് ബാധിതരുടെ എണ്ണം കൂടുന്നു. അതിനുള്ള കാരണങ്ങൾ എന്താണ്? അതൊക്കെ തന്നെയാണ് പിന്നീട് റഷ്യയിലും സംഭവിച്ചത്.